എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞവളേ, മേരി വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യു നേരത്തും നന്മ നിറഞ്ഞവളേ, കർത്തൻ നിൻ കൂടെ, സ്ത്രീകളിൽ നീ ധന്യ, നിന്നുദരഫലം ധന്യം. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യു നേരത്തും നന്മ നിറഞ്ഞവളേ, കർത്തൻ നിൻ കൂടെ, സ്ത്രീകളിൽ നീ ധന്യ, നിന്നുദരഫലം ധന്യം. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യു നേരത്തും നന്മ നിറഞ്ഞവളേ, കർത്തൻ നിൻ കൂടെ, സ്ത്രീകളിൽ നീ ധന്യ, നിന്നുദരഫലം ധന്യം. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യു നേരത്തും നന്മ നിറഞ്ഞവളേ, കർത്തൻ നിൻ കൂടെ, സ്ത്രീകളിൽ നീ ധന്യ, നിന്നുദരഫലം ധന്യം. 31 ദിവസമായി ഈ ഗ്രോട്ടോയിലെത്തിയ നമുക്ക് ഇന്ന് വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിവസമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്കാ സഭയിൽ എല്ലാ മെയ് മാസങ്ങളിലും ഇതുപോലെ മെയ് മാസ വണക്ക പ്രാർത്ഥന വൈകുന്നേരങ്ങളിൽ കുരിശടികളിലും ദേവാലയങ്ങളിലും നടത്തുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം ജില്ലയിൽ പാലാ താലൂക്കിൽ ഈ പ്രദേശത്താണ് ശക്തമായി മെയ് മാസ വണക്ക പ്രാർത്ഥനകൾ നമ്മുടെ കുരിശടികളിലും ദേവാലയങ്ങളിലും നടന്നു വരുന്നത്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള യാത്ര, നമ്മൾ എവിടെയെങ്കിലും വഴിയിലൂടെ യാത്ര ചെയ്താൽ നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലുള്ള ഒട്ടുമിക്കവാറും എല്ലാ കുരിശടികളിലും വൈകുന്നേരം ഈ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന ഉണ്ട്. നമുക്ക് തെക്കോട്ട് നോക്കിയാൽ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ മെയ് മാസ വണക്ക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഇപ്പോൾ അത് സെപ്റ്റംബർ 8 എന്ന 8 നോമ്പിന്റെ ആഘോഷങ്ങളും ഒക്ടോബറിലുള്ള 10 ദിവസത്തെ ജപമാല ആഘോഷങ്ങളിലേക്കും ഒക്കെ മാറിപ്പോയി. പക്ഷെ ഈ പ്രദേശത്ത് വളരെ ശക്തമായ രീതിയിൽ മെയ് മാസ വണക്ക പ്രാർത്ഥന നമ്മുടെ കുരിശടികളിൽ നടന്നു വരികയാണ്. അപ്പൊ നമുക്കിവിടെ ഈ മാതാവിന്റെ ഈ ഗ്രോട്ടോയിൽ നമ്മൾ 31 ദിവസമായി പ്രാർത്ഥനയ്ക്ക് വന്നവരാണ്. നമ്മൾ എല്ലാവരും ഈ ദിവസം 31 ദിവസവും ഇവിടെ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നർത്ഥം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും 31 ദിവസവും വന്നവരല്ല. പക്ഷെ എങ്കിലും ഏറെ പേർ 31 ദിവസവും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിച്ചവർ നമ്മുടെ കൂടെയുണ്ട് എന്നതും ശരിയാണ്. ഇവിടെ എന്തിനാണ് കത്തോലിക്കാ സഭയിൽ ഇങ്ങനെ ദീർഘമായ 31 ദിവസം പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്തുതിക്ക് കാരണമായ ദിനങ്ങളാക്കി മാറ്റിയത്? അത് ലാറ്റിൻ ആരാധനാക്രമ കലണ്ടറിൽ ഈ മെയ് 31-ാം തീയതി പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന തിരുനാൾ ദിവസമാണ്. പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ പോയത് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി എന്നറിഞ്ഞതിന് ശേഷമാണ്. അവൾ ഏറ്റവും അടുത്ത ബന്ധുവായ എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോഴാണ് വളരെ വലിയ മനോഹരമായ ഒരു സാഹചര്യം അവിടെ കാണുന്നത്. രണ്ടുപേരും ആനന്ദത്താൽ തുള്ളിച്ചാടി. അവരുടെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ, എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. വചനം പറയുകയാണ്, ശരിയല്ലേ? ഗർഭിണിയായിരുന്നവരല്ലേ നിങ്ങളെല്ലാവരും അല്ല, കുറച്ച് പേര്, മഹാഭൂരിപക്ഷ പേരും ഗർഭസ്ഥാവസ്ഥയിൽ 9 മാസം കഴിഞ്ഞവരാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉദരത്തിൽ ശിശു ഇങ്ങനെ അനങ്ങിയ അനക്കമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടും അമ്മമാരോടും ആങ്ങളമാരോടും ഒക്കെ പറഞ്ഞിട്ടില്ലേ?
എത്ര സന്തോഷത്തോടെ. എനിക്കുണ്ടൊരു സഹോദരി, അവളുടെ 3 ഗർഭസ്ഥ സമയത്തും അവളുടെ കുഞ്ഞനങ്ങുന്നത് ഞാൻ വരുമ്പോഴത്തേക്കും അവൾ എന്നോട് പറയാറുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുകൊണ്ടാണ് കുഞ്ഞനങ്ങുന്നത് പോലും ഒരമ്മയ്ക്ക് അതിയായ സന്തോഷം നൽകുന്ന ഒരവസരം? കുഞ്ഞൊന്ന് അനങ്ങാതിരിക്കട്ടെ, എത്രമാത്രം വേദനയായിരിക്കും അറിയാം ഒരമ്മയ്ക്ക്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഗർഭസ്ഥാവസ്ഥയിൽ ആ കുഞ്ഞ് ഒരു ചെറിയ അനക്കം പോലും കാണിക്കുന്നു, അപ്പോഴേ അവർക്ക് വലിയ അസ്വസ്ഥതയാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു കുഞ്ഞ് ആനന്ദം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അമ്മയുടെ മനോനിലയാണ് അവിടെ കാണിക്കുന്നത്. ഈ എലിസബത്ത് പരിശുദ്ധ ദൈവമാതാവിനെ കണ്ട മാത്രയിൽ അവളുടെ ഉദരത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എലിസബത്തിനുണ്ടായിരുന്ന മാനസികമായ ആഹ്ലാദത്തിന്റെ ആഴമാണ്. ഈ മാനസികമായ ആഹ്ലാദത്തിന്റെ ആഴം കൊണ്ടാണ് അവൾക്ക് അവളുടെ ശരീരത്തിൽ ഈ ശിശു തുള്ളിച്ചാടിയതായിട്ട് അവൾക്ക് തോന്നുന്നത്. അതിലെ ശിശു ഇങ്ങനെ തുള്ളിച്ചാടാനുള്ള കാരണം ഇപ്പൊ ഓർത്ത് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഗർഭസ്ഥാവസ്ഥയിൽ നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുകയാണെങ്കിൽ അറിയാം, നിങ്ങളുടെ ആനന്ദ സമയത്ത്, സന്തോഷ സമയത്ത് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ വയറ്റിൽ അനങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ദൂരത്തായിരുന്ന നിങ്ങളുടെ ഭർത്താവ് അവധിക്കായി ഓടിയെത്തിയപ്പോൾ ആനന്ദം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ വയറ്റിൽ ഇങ്ങനെ അനങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എലിസബത്തിനെ സന്ദർശിക്കാൻ വന്ന പരിശുദ്ധ ദൈവമാതാവ് അവളെ കണ്ട മാത്രയിൽ അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ എന്ന ഈ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൾ അത്യധികമായ ആഹ്ലാദത്തിലായിരുന്നു ആ നിമിഷം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാൾ പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ ഒരു സന്ദർശനമാണ്. എലിസബത്തിനെ കാണാൻ പോയപ്പോൾ അവൾക്കുണ്ടായ അത്യധികമായ സന്തോഷം. ആ സന്തോഷത്തിന്റെ ആഴമാണ് വചനം നമ്മുടെ മുൻപിൽ സാക്ഷിക്കുന്നത്. അവളുടെ ഉദരത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥം തേടി നമ്മൾ ഈ ഗ്രോട്ടോയിൽ നിൽക്കുമ്പോൾ നമുക്കും ആനന്ദം കൊണ്ട് വലിയ ഒരു മനോഭാവത്തിലേക്ക്, മനോനിലയിലേക്ക് നാം വരേണ്ടതുണ്ട്. ഇന്ന് മാനസിക ഭാരത്തിലാണ് നാം എല്ലാവരും, അതിയായ ക്ലേശങ്ങളില്ല. മനസ്സിന് ഭാരമുണ്ടെങ്കിൽ അത് ശരീരത്തിൽ പ്രകടമാകും തീർച്ചയായും. മനസ്സിനെ ഒന്ന് ശാന്തമാക്ക്, സന്തോഷം കൊണ്ട് മനസ്സിനെ ഒന്ന് നിറയ്ക്ക്. നിങ്ങളുടെ ശരീരം അറിയാതെ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. ശരീരത്തിൽ രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തി ആഗ്രഹിക്കുന്നുവോ, നീ മനസ്സിനെ ശാന്തമാക്കിയാൽ മാത്രം മതി. രാത്രി അല്ലിതായി എങ്കിൽ ഈ തിരുനാൾ ആഘോഷത്തിന് എന്താണ് പ്രസക്തി? ഈ തിരുനാൾ ആഘോഷത്തിന് എന്താണ് അർത്ഥം? അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ കാണാൻ പോയ രാത്രിയാണിതെങ്കിൽ, ആ രാത്രിയുടെ ഓർമ്മയാണ് ഇന്ന് കൊണ്ടാടുന്നത് എങ്കിൽ, അവളെ കാണാൻ വന്ന ഈ മുറ്റത്ത് നാമും അത്യധികമായി സന്തോഷിക്കണം എലിസബത്തിനെ പോലെ. അങ്ങനെ എലിസബത്തിനെ പോലെ പരിശുദ്ധ ദൈവമാതാവിന്റെ സന്നിധിയിലെത്തുന്ന നമുക്ക് ആനന്ദം കൊണ്ട് നിറയാൻ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ അസ്വസ്ഥതകൾക്ക് സ്ഥാനമില്ലെന്ന്, രോഗാവസ്ഥകൾ നമ്മെ മറികടക്കാൻ നമുക്ക് എളുപ്പമാകും. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് സന്ദർശനത്തിനായി എലിസബത്തിനെ സമീപിച്ചുവെങ്കിൽ അവളിൽ നിറഞ്ഞ സന്തോഷം എന്നിലും നിറയ്ക്കണമേ എന്ന് ശാന്തമായി പ്രാർത്ഥിക്കാൻ ഈ സന്ധ്യ മതിയായ സന്ധ്യയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നാം യാത്രയിലായിരുന്നു. ഒരു ചെറു യാത്ര. നമ്മുടെ വലിയ ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് തിരികൾ കൈകളിൽ വഹിച്ച്, കത്തിച്ച തിരികൾ പിടിച്ച്, ജപമാല ചൊല്ലി ശാന്തമായി നാം ഈ പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ കുരിശടിയിലേക്ക്, ഈ ഗ്രോട്ടോയിലേക്ക് നടന്നു തന്നെ വന്നു. ത്യാഗം സഹിച്ച് അവളെ കാണാൻ വന്നു. അവളെ കണ്ട നമുക്ക് എലിസബത്തിനെ അവൾ കാണാൻ വന്നപ്പോൾ എലിസബത്തിൽ വന്നു നിറഞ്ഞ സന്തോഷം നമ്മിൽ വന്ന് നിറയണം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അതിനാണ് നമ്മെ സഹായിക്കേണ്ടത്, അതിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയിൽ ഞാൻ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ കുടുംബങ്ങൾക്കായി നേരുന്നതും എലിസബത്തിൽ നിറഞ്ഞ സന്തോഷം നിങ്ങളിൽ നിറയട്ടെ എന്നും നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ എന്നുമാണ്. അതിന്റെ ഓഹരിയും അവകാശവും നിങ്ങളുടെ കുടുംബങ്ങളിൽ സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ശാന്തമായി അവളുടെ തിരുമുറ്റത്തായിരിക്കുന്ന നമുക്ക് എലിസബത്തിൽ നിറഞ്ഞ ആനന്ദത്താൽ
നിറയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ടോണി അച്ഛന്റെ പേരിലും ഞങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാടാത്തുകളത്തലച്ഛന്റെയും വിപിനച്ഛന്റെയും അതോടൊപ്പം തന്നെ മാർട്ടിൻ അച്ഛന്റെയും എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് സന്തോഷപൂർവമായ ആനന്ദം നേരുകയാണ്. സന്തോഷപൂർവമായ ആനന്ദത്താൽ നിറയുന്നവന് പിന്നെ എല്ലാം ക്രമമാവും. ജീവിതത്തിൽ സന്തോഷമാവും, ഒപ്പം ശരീരത്തിലും ആ സന്തോഷം ലഭ്യമാവും. രാത്രി ഞാനും പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ദൈവമാതാവിനെ കണ്ട മാത്രയിൽ ആനന്ദത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വന്ന എലിസബത്തിൽ നിറഞ്ഞ ആ വലിയ സന്തോഷം, ആ വലിയ നിറവ്, ആനന്ദത്തിന്റെ പൂർണ്ണത നമ്മിൽ വന്നു ചേരാൻ ഇനിയുള്ള പ്രാർത്ഥനാ സമയത്ത് ദൈവം നിങ്ങളെ തുണയ്ക്കട്ടെ എന്നും പരിശുദ്ധ റൂഹായുടെ ആവാസം നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നും അങ്ങനെ ആ ആനന്ദം മുഴുവൻ ജീവിതത്തിൽ നിറയട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഈ ദൈവം തരുന്ന ഈ ആനന്ദം, പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൽ നിവേശിപ്പിച്ച ആനന്ദം, അവളെ കണ്ട മാത്രയിൽ ആ ഉദരത്തിലെ ശിശു തുള്ളിച്ചാടിയ ആനന്ദം, ആനന്ദത്തിന്റെ അവകാശികളായി നമുക്ക് മാറാം. അതിന്റെ ഓഹരി പറ്റാൻ നമുക്ക് ശ്രമിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അതിന് നമ്മെ തുണയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിനീതമായ ആശംസകളോടെ നിർത്തുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ഉണ്ടായിരുന്നു ഈ 39 ദിവസത്തെ ദീർഘമായ പ്രാർത്ഥനകൾ. അവരെയും ഒന്ന് കണ്ട് ഒരു ആശംസയും പ്രാർത്ഥനയും അറിയിക്കണം. അതുകൊണ്ട് ഞാൻ അവിടെ വരെ പോവാണ്. ടോണീച്ചൻ ഇനിയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. നമുക്ക് ഈ 31 ദിവസവും നമ്മെ സഹായിച്ച, പ്രാർത്ഥനയിൽ സഹായിച്ച, നേർച്ചകൾ ഓരോ ദിവസവും കൃത്യമായി നമുക്ക് നൽകിയ ഏറെ പേരുണ്ട്. എല്ലാവരുടെയും പേര് പരാമർശിക്കാൻ കഴിയില്ല, എങ്കിലും അതിന് ഉദാരമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം സന്തോഷത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപത്തിന് ചുറ്റുമായി വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഫ്ലവർ അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്തു തന്നത് ജോബൻ മണ്ണഞ്ചേരി അദ്ദേഹമാണ്. അദ്ദേഹത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം ഉടനെ തന്നെ നമുക്ക് നേർച്ച ഭക്ഷണ വിതരണമുണ്ട്. ആ സമയത്ത് നമ്മുടെ അതിരമ്പുഴക്കാർക്ക് മറക്കാനാവാത്ത ആകാശ വിസ്മയവും ഉണ്ടായിരിക്കും. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ പോകാവൂ. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് ചില അവശേഷിപ്പിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ അതിനു മുമ്പ് വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എങ്കിലും അതിന് സന്തോഷം പങ്കുവയ്ക്കുന്നു. അതിലേക്ക് പണം മുടക്കുകയും അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തത് ബൈജു മാന്തിരമ്പുഴ, ജോമോൻ ഐക്കരക്കുന്നേൽ, ജോബൻ മണ്ണഞ്ചേരി, ബാബു ചെമ്പളാവിൽ, ഇവരൊക്കെയാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നൊവേനകൾ ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പണമടക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരെയും സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരെയും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത്തിന് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ ഉണ്ടാവാനായി നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യും. മാധ്യസ്ഥ്യം വഹിക്കണമേ.
എത്രയും ദയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായി മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായി മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനിലയായ ദൈവമാതാവേ, ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോക ഭൂലോകങ്ങളുടെയും രാജ്ഞി, സർവബലധനായിരിക്കുന്ന കർത്താവിന്റെ അമ്മേ, സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടി, സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകതത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യകയെ, സർവപുണ്യങ്ങളും പ്രതി സ്നേഹവും റുഹാദുശായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. കഥനം തിങ്ങിതായങ്ങൾ നിറകണ്ണുകളോടെ കേഴും